ഹലോ ഫ്രണ്ട്സ്, കുറേ ദിവസമായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. പക്ഷേ ഞാനുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു കാര്യത്തിനകത്ത് ഇങ്ങനെ സംസാരിക്കാൻ പോകേണ്ട കാര്യമുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഒഴിഞ്ഞു മാറുമായിരുന്നു. പിന്നെയും ഇങ്ങനെ മെസ്സേജുകൾ ദുരിതരമായിട്ട് വരുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ടത് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പം നമ്മുടെ യൂട്യൂബിനകത്തും ഇൻസ്റ്റഗ്രാമിനകത്തും അതുപോലെ ഫേസ്ബുക്കിലും എല്ലാം വൈറലായിട്ട് പോകുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ഒലീവിയ ഡിസൈൻസ് അടൂർ എന്ന് പറയുന്ന ബുട്ടീക്കിനെ കുറിച്ച്. എനിക്ക് അവരുമായിട്ട് പേഴ്സണലായിട്ട് ബന്ധമോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ജോലി ചെയ്തതോ എനിക്കല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും ബാഡായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ഒന്നുമില്ല. എനിക്കറിയാവുന്നവർ പോലും അവിടെ വർക്ക് ചെയ്തിട്ടില്ല, എൻ്റെ അറിവിലുമില്ല. പിന്നെ ഞാൻ ഇതിനകത്ത് എന്ത് സംസാരിക്കാൻ വന്നതെന്ന് വെച്ചാൽ, ഇവരുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപേ ഞാൻ ഒരു 4 വർഷമായിട്ട് ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ ഇവരുടെ മിക്ക വീഡിയോസും കാണാറൊക്കെ ഉണ്ട്, ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണാറുണ്ട്. അപ്പം എനിക്കാണെന്നുണ്ടെങ്കിലും അവർ വീഡിയോസ് ചെയ്യുന്നതിനോട് ഒരു ഇത് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, വില സഹായത്തിനാണ് അവർ പ്രോഡക്ട്സുകൾ കൊടുക്കുന്നത്, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, നമുക്ക് കമൻസ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ അത് എനിക്കും തോന്നി, അവരുടെ കയ്യിൽ നിന്ന് സാധനം മേടിച്ചിട്ട് സെയിൽ ചെയ്താൽ വലിയ റേറ്റ് ഇല്ലാതെ നമുക്ക് കൊടുക്കാം, നല്ല തുണിയുമാണല്ലോ എന്ന് വെച്ച് ഞാനപ്പം ഇൻസ്റ്റഗ്രാമിൽ കണ്ട നമ്പേഴ്സിലൊക്കെ കോണ്ടാക്ട് ചെയ്തപ്പോഴും ഇതുപോലെ എക്സിക്യൂട്ടീവ് പറയുന്നത്, ഞാൻ അയച്ചു കൊടുക്കുന്ന തുണികളൊന്നും അന്നേരം സെയിൽ ഔട്ട് ആയെന്നും പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് തിരിച്ചു വരാറുണ്ട്. പിന്നെ ഞാൻ അയച്ചിട്ടില്ല. പിന്നെ അങ്ങനെ ആദ്യം ഒന്ന് കോണ്ടാക്ട് ചെയ്തതല്ലാതെ ഞാൻ പിന്നെ അത് ചെയ്തിട്ടില്ല. ആ സമയത്ത് തന്നെ കഴിഞ്ഞ മാസത്തിൽ ഇതുപോലെ എൻ്റെ ഈ ഫേസ്ബുക്കിൽ ഇവരുടെ ഈ റീൽസുമായിട്ട് ബന്ധപ്പെട്ട റീൽസ് തന്നെ ഇതുപോലെ അവിടെ വർക്ക് ചെയ്തതാണോ അവരുടെ ആരെങ്കിലും അറിയാവുന്നതാണോ എന്നൊന്നും അറിയത്തില്ല, ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്നെ ടാഗ് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ എൻ്റെ ടൈം ലൈനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് പേഴ്സണലായിട്ട് അറിയത്തില്ലെങ്കിൽ പോലും ആ സ്ഥാപനത്തിനോടൊരു ഇഷ്ടം തോന്നിയത് കൊണ്ട് ഞാനത് അക്സെപ്റ്റ് ചെയ്ത് എൻ്റെ ടൈം ലൈനിൽ ഇപ്പോഴും അത് കിടപ്പുണ്ട്. നിങ്ങളൊരു ജോലി ആഗ്രഹിക്കുന്നവരാണോ? കൂടി ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? ടെൻഷനില്ലാതെ നല്ലൊരു വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? 40,000 രൂപ സാലറിയിൽ ഓൺലൈൻ എക്സിക്യൂട്ടീവിന്റെ ജോബ് ഓഫറുമായി ഒലീവിയ. ഈ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തും ഈ പറയുന്നത് പോലെ അവരുടെ 2 റീൽസ് എൻ്റെ ടൈം ലൈനിൽ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ 2 റീൽസ്. തീർച്ചയായിട്ടും അല്ലേ, ഈ പറയുന്ന രീതിയിലുള്ള ടോർച്ചറിങ്, പിന്നെ അങ്ങനെയുള്ള എന്തൊക്കെയോ ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് സാലറി കിട്ടുന്നില്ല കറക്റ്റായിട്ട്. #ഒലീവിയ നല്ല ട്രെൻഡിങ്ങിൽ പൊക്കോണ്ടിരിക്കുവാണല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളതൊക്കെ എന്റെ യൂട്യൂബിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും ഒക്കെ. ഇപ്പം റീസെൻ്റ്ലിയും 2 റീൽസ് അവരുടേത് എൻ്റെ ടൈം ലൈനിൽ കിടപ്പുണ്ട്. അപ്പം നേരത്തെ ഞാൻ അവരുടേത് അക്സെപ്റ്റ് ചെയ്തത് കൊണ്ടാകാം ഇപ്പം ചെയ്തതും ഓട്ടോമാറ്റിക്കലി എൻ്റെ ടൈം ലൈനിൽ വന്ന് കിടപ്പുണ്ട്. അപ്പം ഇത് കണ്ടിട്ട് പല ആൾക്കാരും ഡയറക്റ്റ് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, ഈ ബൊട്ടിക്കുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, എന്തെങ്കിലും ബാഡായിട്ടുള്ള ഇതുണ്ടായിട്ടുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും നെഗറ്റീവ് കമൻസ് ഇപ്പോൾ ഇവർക്ക് വരുന്നതിനിടയ്ക്ക് എന്തിനാ ചേച്ചിയുടെ ടൈം ലൈനിൽ ഇത് ഇട്ടേക്കുന്നത്, ചേച്ചിക്ക് ഇതൊരു നെഗറ്റീവ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര്, അറിയാവുന്നവരും അറിയാത്തവരും ഒക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ കുറേ എല്ലാവരോടും മെസ്സേജ് അയച്ച് ഞാൻ തിരിച്ചു പറയുന്നുണ്ട്, എനിക്ക് പേഴ്സണലായിട്ട് അറിയത്തില്ല, ഇതിന് മുമ്പ് അക്സെപ്റ്റ് ചെയ്തത് കൊണ്ടാകാം ഓട്ടോമാറ്റിക്കലി രണ്ടാമത് അവർ ടാഗ് ചെയ്യുമ്പോൾ വന്ന് കിടക്കുന്നേ എന്നുള്ളത് എല്ലാവരോടും പറയാറുണ്ട്. പിന്നെയും കമൻസ് വരുന്നതുകൊണ്ട്. അതുപോലെ തന്നെ ഇവരുടെ പോസ്റ്റിനടിയിൽ വന്ന് ആരും ഇതിന് മെസ്സേജിന് ഇതായിട്ട് കമൻസ് ആയിട്ട് കൊടുക്കുന്നില്ല, ഡയറക്റ്റ് മെസ്സേജ് അയച്ച കാര്യങ്ങൾ എന്നോട് ചോദിക്കുന്നത്. ഇത് കൊടുത്ത് മടുത്ത്. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇപ്പോൾ അതൊരു ഒരു വീഡിയോ ആയിട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചത്. ഇതിലെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ടാകാം പലരും ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇതിൽ പറയുന്നത് പോലെ ഇവർ കമ്മീഷൻ ബേസ് ഇപ്പോൾ സാലറി ഒന്നും അല്ല, അവർ പറയുന്നത് തന്നെ കള്ളമാണ്, ഈ കുറേ കമൻസുകളൊക്കെ വരുന്നില്ലേ, ഇപ്പം ഇതിനകത്ത് കിടക്കുന്നത് കൊണ്ട് നെഗറ്റീവ് അല്ലേ ചേച്ചിക്കോ എന്നൊക്കെ ഒത്തിരി പേര് പറയുന്നുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇപ്പം അവരുടെ ഭാഗത്താ തെറ്റോ ആരുടെ ഭാഗത്താ തെറ്റ്, ഇപ്പം മെസ്സേജൊക്കെ നെഗറ്റീവ് ഇട്ടവർ പറയുന്നതാണോ ശരി എന്നൊന്നും എനിക്കറിയത്തില്ല. ഇതിനകത്ത് അഭിപ്രായം പറയാനേ ഞാൻ ആളല്ല. കാരണം ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമേ അല്ല. എനിക്ക് ഇവരെ കുറിച്ച് അറിയത്തില്ല, ഇവരുടെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഞാൻ അവർക്ക് വേണ്ടി പ്രമോഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യല്ല. ചിലർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ക്യാഷ് മേടിച്ചിട്ടാണോ ഇനിയും ടൈം ലൈനിൽ ഇങ്ങനെ ഇട്ടേക്കുന്നത്, അവരെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരോട് മറുപടി ഇത് തന്നെ ഉള്ളൂ, എനിക്ക് ഇവരുമായിട്ട് ഒരു ബന്ധവും ഇല്ല, എനിക്കെതിരെ ഇവർ ഒരു തെറ്റും ചെയ്തിട്ടുമില്ല എടുത്തിട്ടുമില്ല. പിന്നെ ഞാൻ ഇവർക്ക് വേണ്ടി എന്തിനാ
അതുപോലെ തന്നെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വേറെ പണിയൊന്നുമില്ല. എന്തിനാ ഇങ്ങനെ ഉള്ള വള്ളിക്കേസിനകത്തൊന്നും എനിക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ല. കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇതുപോലെ എന്തെങ്കിലും നെഗറ്റീവ് ഇല്ലാതെ ഇത്രയും പേര് വന്ന് സംസാരിക്കുമോ, അപ്പം ചേച്ചിക്ക് മനസ്സിലാക്കി കൂടായോ, എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടായിട്ടായിരിക്കാം ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ആയിരിക്കാം, അല്ലെങ്കിൽ അല്ലായിരിക്കാം. എനിക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അറിവുണ്ടെങ്കിലല്ല, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും അവരെക്കുറിച്ച് അറിയാവോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായാലല്ലേ എനിക്കിതിന് മറുപടിയായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം എന്ന് പറയാം. എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തോ അതിനകത്ത് പറയേണ്ടത്? പിന്നെ ചിലർ നമ്മുടെ നന്മ ആഗ്രഹിച്ച് പറയുന്നതായിരിക്കാം. വെറുതെ എന്തിനാ ഇത്രയും നെഗറ്റീവ് വരുന്നതിൻ്റെ ഇടയ്ക്ക് എന്തിനാ അവരുടെ ടാഗ് ചെയ്തിട്ടേക്കുന്നതിന് എന്തിനാ അക്സെപ്റ്റ് കൊടുത്തത് എന്ന് ചോദിക്കുന്നവരുണ്ടാകാം. അതാ ഞാൻ പറഞ്ഞത്, ആദ്യം അക്സെപ്റ്റ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇനിയും വരുന്ന പോസ്റ്റുകൾക്ക് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് നമ്മുടെ ടൈം ലൈനിലോട്ട് വന്ന് കിടക്കും. അത് നമ്മുടെ സെറ്റിങ്സിനകത്തുള്ള കാര്യം തന്നെ. അത് എല്ലാവർക്കും അറിയാത്തില്ലാത്തത് കൊണ്ടായിരിക്കാം വീണ്ടും അതിനെ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പം അന്ന് ഞാൻ ഡിലീറ്റ് ചെയ്തില്ല, ഇപ്പോഴും അത് കിടപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത്, ഇപ്പം നമ്മൾ എല്ലാവരും പറയുന്നതായിട്ട് ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്തോ, ഇനിയിപ്പോൾ അത് തന്നെ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം എനിക്കൊന്നും പോകാനും ഇല്ല, എടുക്കാനും ഇല്ല. കാരണം ഞാനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ വീഡിയോ തന്നെ ചെയ്യണ്ട എന്ന് വെച്ചതാണ് ഞാൻ. കാരണം നമ്മളുമായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യത്തിനകത്ത് നമ്മൾ കയറി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ. ഞാൻ ഒത്തിരി യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്. ചിലപ്പോൾ അവർക്ക് അതിനകത്ത് അഭിപ്രായം പറയുന്നതൊക്കെ അവർക്ക് അനുഭവം ഉള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അല്ലാത്തത് കൊണ്ടായിരിക്കാം. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്, എല്ലാവരും പറയുകയും എടുക്കുകയും ചെയ്യുന്നു. പക്ഷെ ഞാൻ വിചാരിക്കുന്നത്, എനിക്കിതിൻ്റെ ഒരു അറ്റം മൂലം പോലും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പം പിന്നെ നമ്മൾ അതിനകത്ത് പോയിരുന്ന് സംസാരിക്കേണ്ട എന്നൊരു അഭിപ്രായം എനിക്കുള്ളത് കൊണ്ടാണ് വീഡിയോ ചെയ്യേണ്ടെന്ന് വെച്ചത്. പിന്നെയും ഇങ്ങനെ മെസ്സേജുകൾ തുരുതുര വരുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പം അതൊരു വീഡിയോ ആയിട്ട് ഇട്ടാൽ പിന്നെ ആരും സംസാരിക്കത്തില്ലല്ലോ ഇതിനെക്കുറിച്ചെന്നുള്ള ഒരു ധാരണ എനിക്കുള്ളത്. എനിക്ക് പറയാനുള്ളത്, എനിക്ക് ബാഡായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും അവരുടെ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് പേഴ്സണലായിട്ട് അറിയത്തുമില്ല. 2 വട്ടം കോണ്ടാക്ട് ചെയ്തപ്പോൾ ഇതുപോലെ പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് സെയിൽ ഔട്ടായെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടില്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിവില്ല. പിന്നെ അവരുടെ ഡ്രസ്സുകൾ കാണുമ്പോഴും വിലക്കുറവ് കാര്യങ്ങളുമൊക്കെ അവരോടൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആദ്യം വീഡിയോ അവരെന്നെ ടാഗ് ചെയ്തിട്ടപ്പോഴും ഞാൻ അത് അക്സെപ്റ്റ് ചെയ്ത് എൻ്റെ ടൈം ലൈനിൽ ഇട്ടത്. ഇത് ഡിലീറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഞാനിപ്പം പിന്നെ വിചാരിക്കുന്നത്, എന്തിനാണ് ഡിലീറ്റ് ചെയ്യുന്നത്? എനിക്കിപ്പം അവർക്കെതിരെ എനിക്ക് എന്തെങ്കിലും പറയാനോ എടുക്കാനോ ഒന്നും ഒരു കാര്യങ്ങളും ഇല്ല. എനിക്ക് നെഗറ്റീവായിട്ട് എനിക്കും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അപ്പം പിന്നെ ഞാനിപ്പോൾ ഇപ്പം എല്ലാവരും പറയുന്നത് അത് ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചേച്ചിക്ക് പ്രശ്നമാണെന്നൊക്കെ പറയുന്നത്. ഞാൻ വിചാരിക്കും, എന്തിനാ നമ്മളെന്തിനാ പേടിക്കുന്നത്? അവരൊരു വീഡിയോ എടുത്തിട്ട് ഇതിപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്താലെന്താ, ഡിലീറ്റ് ചെയ്തില്ലേലെന്താ, എന്തോ പ്രശ്നം വരുന്നത്? അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചപ്പം ഈ മെസ്സേജ് അയച്ച് പറയുന്നപ്പം ചിലർ നമ്മളെ നല്ലപോലെ അറിയാവുന്ന ആൾക്കാരായിരിക്കാം, ചിലവർക്ക് നമ്മളെ അറിയാത്തവരും ആയിരിക്കാം. നമ്മുടെ നല്ലത് വിചാരിക്കുന്നവരുണ്ടാകാം, ചീത്ത വിചാരിക്കുന്നവരുണ്ടാകാം. അപ്പം എല്ലാവരോടും ഉള്ളൊരു മറുപടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. എനിക്ക് അവരുമായിട്ടൊരു ബന്ധവും ഇല്ല, എനിക്ക് അറിയത്തുമില്ല. ഇതുപോലെ ആദ്യം വീഡിയോ ചെയ്തപ്പം ഞാൻ അക്സെപ്റ്റ് ചെയ്ത് എൻ്റെ ടൈം ലൈനിൽ വന്ന് വീണ്ടും അപ്പോൾ അവർ രണ്ടാമത് ടാഗ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക് വന്നതാണ്. അല്ലാതെ ഞാനൊരു പ്രമോഷനോ അല്ലെങ്കിൽ ഞാൻ ആരെയും കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടൊന്നും ഞാനൊന്നും ചെയ്യുകയല്ല. ഇനി നിങ്ങൾക്കൊക്കെ അങ്ങ് ഭയങ്കര നിർബന്ധമാണെങ്കിൽ ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തേക്കാം. അല്ലാതെ ഇപ്പം ഞാൻ എന്തോ ചെയ്യും? എനിക്കിപ്പം ഇതാ സത്യമെന്ന് പറഞ്ഞു വന്ന് ഇതെടുത്ത് കാണിക്കാനൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ വീഡിയോ ആയിട്ടായി, നല്ലത് വിചാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഞാൻ പ്രമോഷൻസിന് വേണ്ടിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അവരെ ബൂസ്റ്റപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ അറിയുന്ന ആൾക്കാരോ ഒന്നും അല്ല അവർ. അപ്പോൾ അത് ഇതൊന്നും നിങ്ങളെ കൺവിൻസ് ചെയ്ത് നിങ്ങളോടൊന്ന് പറയണം. അതിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.